أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تكن آياتي تتلى عليكم فكنتم بها تكذبون قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين ربنا أخرجنا منها فإن عدنا فإنا ظالمون സൂറത്തുൽ മുഅ്മിനൂൻ 105, 6, 7 ആയത്തുകൾ. അലം തക്കുൻ ആയാത്തി, എൻ്റെ ആയത്തുകൾ ആയിരുന്നില്ലേ, തുത്ല അലൈക്കും, നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്നത്, അഥവാ നിങ്ങൾക്ക് എൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ. ഫകുന്തും, എന്നിട്ട് നിങ്ങളായിരുന്നു, ബിഹാ തുകദ്ദിബൂൻ, അതിനെ കളവാക്കുന്നവർ അല്ലെങ്കിൽ തള്ളിപ്പറയുന്നവർ. ഖാലു, അവർ പറഞ്ഞു, അഥവാ അവർ പറയും, റബ്ബന ഗലബത്ത് അലൈന, റബ്ബന ഞങ്ങളുടെ നാഥ, ഗലബത്ത് അലൈന ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു, ഷിഖ്വത്തുന ഞങ്ങളുടെ ദൗർഭാഗ്യം, വകുന്ന ഖൗമൻ ളാലിൻ ഞങ്ങൾ വഴിതെറ്റിയ ജനം ആയിരുന്നു. റബ്ബന ഞങ്ങളുടെ നാഥ, അഖ്രിജ്ന മിൻഹ ഇവിടെ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഫൈൻ ഉദ്ന എന്നിട്ട് ഞങ്ങൾ മടങ്ങുകയാണെങ്കിൽ, ഫഇന്നാ ളാലിമൂൻ നിശ്ചയം ഞങ്ങൾ അക്രമികൾ തന്നെയായിരിക്കും. സൽക്കർമ്മങ്ങളുടെ തട്ടുകൾ കനം കുറഞ്ഞതിൻ്റെ ഫലമായി നരകത്തിലെത്തിപ്പെടുകയും എന്നിട്ട് നരകത്തിലെ തീ മുഖത്തെ തൊലികൾ, ചുണ്ടുകൾ ഉൾപ്പെടെ കരിച്ചതുകൊണ്ട് പല്ലുകളൊക്കെ പുറത്തു വന്ന് പല്ലിളിച്ചവരായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന നരകവാസികളോട് അള്ളാഹു ചോദിക്കുകയാണ്, അലം തക്കുൻ ആയാത്തി തുത്ല അലൈക്കും, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള എൻ്റെ ആയത്തുകൾ, അഥവാ വായിച്ചു നോക്കിയാൽ തന്നെ അള്ളാഹു ഇറക്കിയതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഖുർആനിലെ വാചകങ്ങൾ, അതിനെയാണ് ആയത്ത് എന്ന് പറയുക. അടയാളം എന്നാണ് വാക്കിൻ്റെ അർത്ഥം, അഥവാ സിഗ്നൽ. അത് പരിശോധിച്ചാൽ അറിയാം ഇത് മനുഷ്യരുണ്ടാക്കി പറഞ്ഞതല്ല എന്ന്. ഖുർആനിലെ വാചകങ്ങൾക്ക് മാത്രമാണല്ലോ ആയത്ത് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ അല്ലാതെ പറയുന്നതിന് പോലും ആയത്ത് എന്നല്ല, ഹദീസ് എന്നാണല്ലോ പറയുക. തുത്ല അലൈക്കും നിങ്ങൾക്ക് മേൽ ഓതി കേൾപ്പിക്കപ്പെടുന്നു, അഥവാ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണ്? ഫകുന്തും ബിഹാ തുകദ്ദിബൂൻ അതിനെയൊക്കെ നിങ്ങൾ തള്ളിപ്പറയുകയായിരുന്നു. അതൊക്കെ അസാത്തീറുൽ അവ്വലീൻ മുകളിൽ പറഞ്ഞല്ലോ. ഇതും ഇതിലേക്കാളും വലുതൊക്കെ ഞങ്ങളും ഞങ്ങളുടെ മുൻഗാമികളും ഭീഷണിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പൗരാണികരുടെ ഐതിഹ്യങ്ങളും കെട്ടുകഥകളും മാത്രമാണ് എന്ന് പറയുകയായിരുന്നല്ലോ അവർ ചെയ്തത്. അവരുടെ മറുപടിയാണ്, ഖാലു റബ്ബന ഗലബത്ത് അലൈന ഷിഖ്വത്തുന, നാഥ ഞങ്ങളുടെ ദൗർഭാഗ്യം ഞങ്ങളെ പരാജയപ്പെടുത്തി കളഞ്ഞു, അഥവാ വല്ലാത്ത ഭാഗ്യക്കേടാണ് ഞങ്ങൾക്ക് സംഭവിച്ചത്. ആ കളവാക്കിയതും അങ്ങനെ വന്ന് ഇപ്പോൾ ഇവിടെ നരകത്തിൽ കിടക്കേണ്ടി വരുന്നതുമൊക്കെ ഞങ്ങളെ ഞങ്ങളുടെ ദൗർഭാഗ്യം തോൽപ്പിച്ചതാണ് എന്നാണ്. ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം ദൗർഭാഗ്യമാണ് എന്ന് പറയുകയാണ്. അഥവാ നരകത്തിൽ പോകുക ദൗർഭാഗ്യം തന്നെയാണ്. മറ്റേത് ദു ഹല്ലിൻ അലീം, മഹത്തായ സൗഭാഗ്യമാണ് ഹിദായത്തിലാകുക. സബ്ർ, സൂറത്ത് ഫുസിലത്തിൽ അല്ലാഹു തആല അത് പറയുന്നുണ്ടല്ലോ. വകുന്ന ഖൗമൻ ളാലിൻ
ഇപ്പോൾ നീ ഞങ്ങളെ വഴിതെറ്റിക്കാൻ വന്നവനാണോ എന്നൊക്കെ റസൂലുള്ളമാരോടും ഇസ്ലാമിക പ്രബോധകരോടുമൊക്കെ ചോദിക്കുന്ന ആളുകൾ അവര് അപ്പൊ പറയുന്നത് അല്ല, ഞങ്ങളാണ് തെറ്റിയവർ, വകുന്ന ഖൗമൻ ളാലീൻ, ഞങ്ങൾ വഴിതെറ്റിയ ജനതയാണ് എന്നാണ് അവർ നരകത്തിൽ വെച്ച് ഏറ്റു പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ മറ്റു ഭാഗങ്ങളിൽ നമുക്കിത് കാണാം. ഉദാഹരണമായി സൂറത്തുൽ മുൽക്കിൽ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനത്തുഹാ അലം യഅതികും നദീർ. ഓരോ ഗ്രൂപ്പിനെ നരകത്തിലേക്ക് ഇടുമ്പോഴും നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കും, നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലായിരുന്നോ എന്ന്. ഖാലു ബലാ ഖദ് ജാഅനാ നദീറുൻ ഫകദ്ദബ്നാ. അതെ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നു, എന്നിട്ട് ഞങ്ങളെ തള്ളിപ്പറയുകയായിരുന്നു. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹു തആല ഒന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ വലിയ വഴികേടിലാണ് ആയിരിക്കുന്നത് എന്ന്. വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അവരേറ്റു പറഞ്ഞു, ഞങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ തീകുണ്ടാരത്തിൽ എത്തിപ്പെടുമായിരുന്നില്ല എന്ന്. അതേ ആശയമാണ് ഇവിടെ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ ഞങ്ങളുടെ ദൗർഭാഗ്യം തോൽപ്പിച്ചു കളഞ്ഞു, ഞങ്ങൾ വഴിതെറ്റിയ ജനതയായിരുന്നു. എന്നിട്ട് പിന്നെ നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് അന്വേഷിക്കുകയാണ്. റബ്ബന അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. നാഥാ, ഞങ്ങളെ ഇവിടെ നിന്ന് നീ മോചിപ്പിക്കണമേ. അഖ്റജ എന്നുള്ള വാക്ക് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ. ഈ കിതാബ് ഇറക്കിയിട്ടുള്ളത് ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പുറത്തു കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കാൻ എന്നാണല്ലോ. അത് തന്നെയാണ് ഇവിടെയും അർത്ഥം. നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഫൈൻ ഉദ്ന, എന്നിട്ട് ഞങ്ങൾ തിരിച്ചുപോയാൽ, വീണ്ടും ഇങ്ങനെ തന്നെയായാൽ, ഫൈന്ന ലാലിമൂൻ, നിശ്ചയം ഞങ്ങൾ അക്രമികൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇനി സത്യനിഷേധികളാകുകയാണെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു. അതിൻ്റെ മറുപടി അല്ലാഹു തആല മുകളിലേ പറഞ്ഞു വെച്ചിരിക്കുന്നു. കലിമത്തുൻ ഹുവ ഖായിലുഹ കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ. അത് അവൻ പറയുന്നൊരു വെറും വാക്ക് മാത്രമാണ്, അല്ലാതെ അവൻ്റെ ഒരു തീരുമാനമൊന്നുമല്ല. ഇടങ്ങേറായപ്പോൾ പറയുകയാണ്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ഇനി ഞാൻ നല്ല നിലക്ക് ജീവിച്ചോളാം എന്ന്. റബ്ബിർജിഊനി, മരണമാസന്നമാകുമ്പോൾ തന്നെ അത് പറയും. ലൗലാ അഖർതനാ ഇലാ അജലിൻ ഖരീബ് എന്ന് പറയും. സൂറത്തുൽ സജദയിൽ റബ്ബന അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. പടച്ചവനെ, ഞങ്ങൾ കണ്ടു, കേട്ടു, മനസ്സിലാക്കി, ബോധ്യം വന്നു, ഇനി ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കണമേ എന്ന് അള്ളാഹുവിനോട് കെഞ്ചി നോക്കും. മലക്കുകളോട് പറയും, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങളൊന്ന് പറയുമോ എന്ന്. അത് തന്നെയാണ് ഇവിടെയും ചെറിയ വാചകത്തിൽ പറയുന്നത്. ഫൈൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ, ഞങ്ങൾ മടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അക്രമികൾ തന്നെയാണ്, അഥവാ പിന്നെ ഞങ്ങളെ ശിക്ഷിക്കുന്നത് തികച്ചും ന്യായമാണ് എന്ന്. യഥാർത്ഥത്തിൽ ആ ന്യായപൂർത്തീകരണം നടത്തിയിട്ടാണ് അല്ലാഹു തആല അവരെ നരകത്തിൽ എത്തിച്ചിരിക്കുന്നത്. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല. ഒരു റസൂലിനെ നിയോഗിക്കാതെ ഒരു സമൂഹത്തെയും നാം ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു അവൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരോട് കാരുണ്യം കാണിക്കാനും അവരെ എല്ലാവിധ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് മോചിപ്പിക്കാനും നരകത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനുമൊക്കെയാണ് നബിമാരെ അയച്ചതും കിതാബുകൾ ഇറക്കിയതും ഇസ്ലാമിക പ്രബോധനം സത്യവിശ്വാസികളുടെ ചുമതലയായിട്ട് നിർവഹിച്ചതുമൊക്കെ. പക്ഷേ അതിനെയൊക്കെ കളിയാക്കുകയും ഒക്കെയാണ് അവർ ചെയ്തത്. പക്ഷേ അവസാനം അവർ കൊടും ഖേദത്തിലകപ്പെട്ട് സ്വന്തം വഴികേട് ഏറ്റുപറയുകയാണ്. എന്നിട്ട് പിന്നെ എക്സ്ക്യൂസ് ചോദിക്കുകയാണ്, ഇനിയൊരു ചാൻസ് കൂടി. അതുണ്ടാകുകയില്ല, കാരണം ആ ചാൻസൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ എത്തിയത് എന്ന് ചുരുക്കം.
അതേ സംബന്ധിച്ചാണ് അടുത്ത ആയത്തുകളിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു നമ്മെ എല്ലാവരെയും നരകത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ആയത്തുകളെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.